ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സാഹിത്യവേള KR രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതകളോടെ ആരംഭിക്കാം. ആദ്യ കവിത വാ മക്കളെ. വാ മക്കളെ, നമുക്കൊരു പാട്ടുപാടാം. വാനമ്പാടിയുടെ പാട്ടു കേൾക്കാം. വാർമഴവില്ലിൻ്റെ ശോഭ കാണാം. വാടാമലരിതൾ ചുംബിക്കാം. വരിഷമേഘങ്ങളുടെ കൊഞ്ചലറിയാം. വാ മക്കളെ, നമുക്കൊരു പാട്ടുപാടാം. വാനമ്പാടിയുടെ പാട്ടു കേൾക്കാം. വാർമഴവില്ലിൻ്റെ ശോഭ കാണാം. വടാമലരിതൾ ചുംബിക്കാം. വരിഷമേഘങ്ങളുടെ കൊഞ്ചലറിയാം. മണ്ണടരുകളിൽ സ്വപ്നങ്ങൾ വിരിവയ്ക്കുന്നതു കാണാം. വിണ്ണിൽ വിരാജിക്കുന്ന താരാഗണങ്ങളെ കാണാം. കണ്ണിണകളിൽ കവിത വിരിയുന്ന കാണാം. ഉണ്ണികളെ വരൂ നന്മയുടെ ശലഭങ്ങളായി. മണ്ണടരുകളിൽ സ്വപ്നങ്ങൾ വിരിവയ്ക്കുന്ന കാണാം. വിണ്ണിൽ വിരാജിക്കുന്ന താരാഗണങ്ങളെ കാണാം. കണ്ണിണകളിൽ കവിത വിരിയുന്ന കാണാം. ഉണ്ണികളെ വരൂ നന്മയുടെ ശലഭങ്ങളായി. കതിർപാടങ്ങൾ കാണാം. കതിരു കൊത്തി പറക്കുന്ന കിളികളെ കാണാം. കാലികൾ മേഞ്ഞു നടക്കുന്ന കാണാം. കാലം ചിറകടി ചുയരുന്ന കാണാം. കതിർപാടങ്ങൾ കാണാം. കതിരു കൊത്തി പറക്കുന്ന കിളികളെ കാണാം. കാലികൾ മേഞ്ഞു നടക്കുന്ന കാണാം. കാലം ചിറകടി ചുയരുന്ന കാണാം. വാമക്കളെ, പതഞ്ഞൊഴുകുന്ന പുഴയുടെ പുന്നാരങ്ങൾ കേൾക്കാം. പാതിരാക്കിളിയുടെ രാഗവിസ്താരങ്ങൾ കേൾക്കാം. പതിതരുടെ ഇല്ലായ്മ വലായ്മകൾ കേൾക്കാം. പതിതരുടെ കാൽപ്പെരുമാറ്റങ്ങൾ കേൾക്കാം. പതഞ്ഞൊഴുകുന്ന പുഴയുടെ പുന്നാരങ്ങൾ കേൾക്കാം. പാതിരാക്കിളിയുടെ രാഗവിസ്താരങ്ങൾ കേൾക്കാം. പതിതരുടെ ഇല്ലായ്മ വല്ലായ്മകൾ കേൾക്കാം. പതിതരുടെ കാൽപ്പെരുമാറ്റങ്ങൾ കേൾക്കാം. വാമക്കളെ, വാമക്കളെ. തുടർന്ന് ഊന്നുവടികൾ. വരിക മത്സഖീ, ചാരത്തിരിക്കുക. വിരിയുമോർമ്മകൾ പങ്കിട്ടെടുത്തിടാം. ദുരിതസാഗര തിരകൾ നീന്തി നാം ഹരിതതീരമണഞ്ഞു മത്സഖീ. വരിക മത്സഖീ, ചാരത്തിരിക്കുക. വിരിയുമോർമ്മകൾ പങ്കിട്ടെടുത്തിടാം. ദുരിതസാഗര തിരകൾ നീന്തി നാം ഹരിതതീരമണഞ്ഞുവോ മത്സഖീ. വലതുകാൽ വച്ച് നിൻ ഗൃഹപ്രവേശം. നിലവിളക്കിൻ മുഖകാന്തി തെളിഞ്ഞതും കുനുകുനുങ്ങനെ വർത്തമാനം പറഞ്ഞു നാം. കുളിരുകോരുന്ന രാവു പകലാക്കിയും കുളിർനിലാത്തരി വീണുറങ്ങുമ്പോൾ നാം കുളിർനീർച്ചോലയിൽ നീന്തിത്തുടിച്ചതും നൂൽമഴകളിൽ നൂണിറങ്ങി നമ്മൾ കതിരുപാടങ്ങൾ കൊയ്തു മെതിച്ചതും കനകനൂപുരധ്വനികളാൽ നിൻ കാലടികൾ കനവു നെയ്തു കണിക്കൊന്ന പുത്തതും കരളിൽ തേന്മഴ പെയ്തു നിറഞ്ഞതും
കണ്ണിണകളിൽ വാർമഴവില്ലു വിരിഞ്ഞതും. വലതുകാൽ വെച്ച് നിൻ ഗൃഹപ്രവേശം നിലവിളക്കിൻ മുഖകാന്തി തെളിഞ്ഞതും. കുനുകുനുങ്ങനെ വർത്തമാനം പറഞ്ഞു നാം കുളിരുകോരുന്ന രാവു പകലാക്കിയും. കുളിർനിലാത്തരി വീണുറങ്ങുമ്പോൾ നാം കുളിർനീർച്ചോലയിൽ നീന്തി തുടിച്ചതും. നൂൽമഴകളിൽ നൂണിറങ്ങി നമ്മൾ കതിരുപാടങ്ങൾ കൊയ്തുമെതിച്ചതും. കനകനൂപുര ധ്വനികളാൽ നിൻ കാലടികൾ കനവു നെയ്തു കണിക്കൊന്ന പൂത്തതും. കരളിൽ തേൻമഴ പെയ്തു നിറഞ്ഞതും. കണ്ണിണകളിൽ വാർമഴവില്ലു വിരിഞ്ഞതും. മത്സഖീ നിറയുമോർമ്മകൾ നിറയുമോർമ്മകൾ. കണ്ണിണകളിൽ വാർമഴവില്ലു വിരിഞ്ഞതും. മത്സഖീ നിറയുമോർമ്മകൾ നിറയുമോർമ്മകൾ. ചരാനരകൾ ബാധിച്ചിന്നു നമ്മൾ. നിരനിരയായി നിന്ന ദന്തങ്ങൾ കൊഴിഞ്ഞുപോയി. കാഴ്ചകൾ മങ്ങി വാക്കുകൾ വഴിമാറി. കേൾവിയും കെട്ടുപോയി. ചുക്കി ചുളിഞ്ഞ ചർമ്മങ്ങൾ. ചരാനരകൾ ബാധിച്ചിന്നു നമ്മൾ. നിരനിരയായി നിന്ന ദന്തങ്ങൾ കൊഴിഞ്ഞുപോയി. കാഴ്ചകൾ മങ്ങി വാക്കുകൾ വഴിമാറി. കേൾവിയും കെട്ടുപോയി. ചുക്കി ചുളിഞ്ഞ ചർമ്മങ്ങൾ. രോഗപീഡകൾ വിവിധ ചികിത്സാമുറകൾ. എണ്ണ കുഴമ്പ് എണ്ണിയാൽ തീരാത്ത ഗുളികകൾ. കൊഴിഞ്ഞുപോകാൻ മടിക്കുന്ന നിമിഷങ്ങൾ. നാളുകൾ വർഷങ്ങൾ വേർപിരിയുവാൻ ഞാനാദ്യം നമ്മളിരുവരും തർക്കങ്ങൾ. സംശയരോഗങ്ങളില്ല പിണക്കങ്ങളില്ല. ഊന്നുവടികളായി നമ്മളിരുവരും. രോഗപീഡകൾ വിവിധ ചികിത്സാമുറകൾ. എണ്ണ കുഴമ്പ് എണ്ണിയാൽ തീരാത്ത ഗുളികകൾ. കൊഴിഞ്ഞുപോകാൻ മടിക്കുന്ന നിമിഷങ്ങൾ. നാളുകൾ വർഷങ്ങൾ വേർപിരിയുവാൻ ഞാനാദ്യം നമ്മളിരുവരും തർക്കങ്ങൾ. സംശയരോഗങ്ങളില്ല പിണക്കങ്ങളില്ല. ഊന്നുവടികളായി നമ്മളിരുവരും. ഇനി അനന്തരം. ഞാൻ മരിച്ചെന്നാരോ പറഞ്ഞു കേട്ടു ഞാനും. ഞാണിന്മേൽ കളിയല്ലോ ജീവിതം നമുക്കിന്ന്. ഞാൻ മരിച്ചെന്നാരോ പറഞ്ഞു കേട്ടു ഞാനും. ഞാണിന്മേൽ കളിയല്ലോ ജീവിതം നമുക്കിന്ന്. അയൽക്കാർ ബന്ധുജനം സ്നേഹിതർ അരികിൽ വന്നു നിന്നു മുഖരായി ഏറെ നേരം. അയൽക്കാർ ബന്ധുജനം സ്നേഹിതർ അരികിൽ വന്നു നിന്നു മുഖരായി ഏറെ നേരം. ഇത്തിരി പോന്ന മുറ്റത്തുയർന്നു പന്തൽ. നിരന്നു കസേരകൾ കത്തിച്ചു വെച്ചു സാമ്പ്രാണിത്തിരികൾ സുഗന്ധം നിറയെ. ഇത്തിരി പോന്ന മുറ്റത്തുയർന്നു പന്തൽ. നിരന്നു കസേരകൾ കത്തിച്ചു വെച്ചു സാമ്പ്രാണിത്തിരികൾ സുഗന്ധം നിറയെ. വന്നവർ മെല്ലെ വർത്തമാനം തുടങ്ങി. അപദാനങ്ങൾ വാഴ്ത്തി ചിലരടക്കം പറഞ്ഞു. വന്നവർ മെല്ലെ വർത്തമാനം തുടങ്ങി. അപദാനങ്ങൾ വാഴ്ത്തി ചിലരടക്കം പറഞ്ഞു. ആയകാലത്തൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആദർശവാനെന്ന പേരു മാത്രം ആർക്കു വേണം. ആയകാലത്തൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആദർശവാനെന്ന പേരു മാത്രം ആർക്കു വേണം. സംസ്കാരത്തിൻ സമയം കുറിച്ചു വാർത്തകളൊഴുകി.
ആളുകൾ വന്നും പോയുമിരുന്നു അനുശോചന വചസുകളായി. സംസ്കാരത്തിൻ സമയം കുറിച്ചു വാർത്തകളൊഴുകി ആളുകൾ വന്നും പോയുമിരുന്നു അനുശോചന വചസുകളായി. എന്തൊക്കെയോ അയാൾ എഴുതിക്കൂട്ടിയിട്ടുണ്ട്, മുക്കാലും ചവർ കവിത ആരു വായിക്കാനാണ്. എന്തൊക്കെയോ അയാൾ എഴുതിക്കൂട്ടിയിട്ടുണ്ട്, മുക്കാലും ചവർ കവിത ആരു വായിക്കാനാണ്. 9 മാനിഷാദ കവിതകൾ യൂട്യൂബിലുണ്ട്, വേണമെങ്കിലാവാം മറ്റൊരു പ്രാർത്ഥനാശീലും വേണ്ട. 9 മാനിഷാദ കവിതകൾ യൂട്യൂബിലുണ്ട്, വേണമെങ്കിലാവാം മറ്റൊരു പ്രാർത്ഥനാശീലും വേണ്ട. പൂവുകൾ വേണ്ട, പട്ടുകൾ വേണ്ട, റീത്തുകൾ വേണ്ട. പൂവുകൾ വേണ്ട, പട്ടുകൾ വേണ്ട, റീത്തുകൾ വേണ്ട, മരണാനന്തര കർമ്മങ്ങളൊന്നുമേ വേണ്ട. ദേഹം ദഹിപ്പിക്കണം, ചാരം ഭൂമിയിൽ വിതറണം, പഞ്ചഭൂതങ്ങളിൽ അരിയട്ടെ വേഗം. ദേഹം ദഹിപ്പിക്കണം, ചാരം ഭൂമിയിൽ വിതറണം, പഞ്ചഭൂതങ്ങളിൽ അലിയട്ടെ വേഗം. എത്ര വിസ്മയമീ പ്രപഞ്ച ഭ്രമണപഥങ്ങൾ, എത്ര വിസ്മയമീ പ്രപഞ്ച ഭ്രമണപഥങ്ങൾ, എത്രയോ യുഗങ്ങളായി ചലിക്കുന്നു ഭൂമണ്ഡലം, എത്രയോ യുഗങ്ങളായി ചലിക്കുന്നു ഭൂമണ്ഡലം. എത്ര നൂറ്റാണ്ടായി മർത്യനായി മണ്ണിൽ വാഴ്വ്, ചുറ്റും ആദിത്യചന്ദ്രന്മാർ താരാഗണങ്ങൾ. എത്ര നൂറ്റാണ്ടായി മർത്യനായി മണ്ണിൽ വാഴ്വ്, ചുറ്റും ആദിത്യചന്ദ്രന്മാർ താരാഗണങ്ങൾ. എത്രയോ മഹാരഥന്മാർ പിറന്നു വീണൂഴിയിൽ, പിന്നെ നക്ഷത്രത്തിളക്കമായി വിണ്ണിൽ വിരാജിക്കുന്നവർ. എത്രയോ മഹാരഥന്മാർ പിറന്നു വീണൂഴിയിൽ, പിന്നെ നക്ഷത്രത്തിളക്കമായി വിണ്ണിൽ വിരാജിക്കുന്നവർ. ആവതില്ലേവർക്കും ഭൂമിയിൽ ജീവിതം ആവോളം ആസ്വദിച്ചു മരിക്കുവാൻ. ആവതില്ലേവർക്കും ഭൂമിയിൽ ജീവിതം ആവോളം ആസ്വദിച്ചു മരിക്കുവാൻ. ശ്രീ KR രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി അനീഷ് NS അവതരിപ്പിച്ച സ്വപ്നഹത്യ എന്ന കഥ കേൾക്കാം. പായൽ പിടിച്ച കൽപ്പടകളിൽ ഇരിക്കുമ്പോൾ അവൾ ചിന്തിച്ചത് തണുത്ത രാവിൻ്റെ മൗനത്തിനൊപ്പം എന്തോ ചിലത് ഒഴുക്കിക്കളയണമെന്നായിരുന്നു. ഇരുളിൽ കളകളാരവത്തോടെ ഒഴുകിപ്പോകുന്ന ചിന്തകളിൽ കാൽവച്ച് കാണാനാവാത്ത പടിഞ്ഞാറ് ദിക്കിലേക്ക് കണ്ണുനട്ട് മനസ്സിൻ്റെ വാതിൽ തുറന്നുവച്ച് അവൾ ഇരുന്നു. മഴച്ചാറ്റൽ തുടങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ തണുപ്പിൻ്റെ സ്ഫോടനങ്ങൾ തീർത്ത് മഴ. പ്രണയത്തിൻ്റെ അതിതീവ്രമായ കണ്ണേറുകളിൽ അലിഞ്ഞില്ലാതായ നിമിഷങ്ങളിൽ അവളും അവനും പൂവും പൂങ്കാറ്റുമായി സല്ലപിച്ചിരുന്നു. അനുരാഗ നൗക ഓളപ്പരപ്പിൽ ആടിയുലഞ്ഞ നിമിഷങ്ങൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല. കാറ്റും ഇടിയും മിന്നലും പേമാരിയും പോലെ ജീവിതം മാറി മറിയാറുണ്ടെന്ന്. ഇപ്പോഴൊടുവിൽ ഈ കൽപ്പടവിൽ ഒറ്റയ്ക്ക് മനസ്സ് തുറന്നിട്ട് മഴ കൊള്ളുകയാണ്. എല്ലാം ഒഴുകിപ്പോകട്ടെ എന്ന് നനച്ച്. അച്ചു, നീ വരുന്നോ? നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ? നീ പോയാ മതി, ഞാനില്ല നിന്റെ കൂടെ. വന്നാലേ നിനക്ക് വേണ്ടാത്തതൊക്കെ തോന്നും. എനിക്ക് വയ്യ അതിനൊന്നും. അതിന് ഞാനല്ലേടി പോത്തേ, പിന്നെന്താ? നീ വാ, നീ എനിക്കല്ലേ, എനിക്കുള്ളതല്ലേ, എൻ്റേതല്ലേ അല്ലേ? വിളികൾ കൂടുതൽ പ്രണയാതുരമായപ്പോൾ അവൾക്ക് നിയന്ത്രണം നഷ്ടമായി. നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? നിർത്തിക്കേ, ഞാനില്ല, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അവിടെ ഇരിക്കടി. അവൻ കാറിൻ്റെ വേഗം കൂട്ടി. അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു, ദേഷ്യപ്പെട്ടു, കരഞ്ഞു. പക്ഷേ അവനത് തികഞ്ഞ ലാഘവത്തോടെ കാറിൽ മുഴങ്ങുന്ന ഏതോ ഗാനത്തിൽ കൂട്ടിക്കുഴച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇരുണ്ട മുറിക്കുള്ളിലെ പതുപതുത്ത കിടക്കയിൽ ഏതോ ചുഴലിക്കൊടുങ്കാറ്റ് വീശിയടിച്ചു. പിന്നെ അത് എങ്ങോട്ടോ വഴിമാറി നീങ്ങി. കനമുള്ള മയക്കത്തിൽ നിന്ന് അവൾ ഉണരുമ്പോൾ ഇരുളിൻ്റെ നിശ്വാസം മാത്രം, പിന്നെ സിഗരറ്റ് കത്തിയ മണവും. അവൾക്ക് അലറിക്കരയാൻ തോന്നി. എഴുന്നേൽക്ക്, നമുക്ക് പോകണ്ടേ? എടാ ദ്രോഹി, എന്താ ഇതൊക്കെ? എന്നെ നീ... ഒരു വിതുമ്പൽ തൊണ്ടയിൽ കുടുങ്ങി. നാളുകൾ കടന്നുപോയി. അവൾ ഇടയ്ക്ക്
തടിയലമാരയിലെ കണ്ണാടിയിൽ തൻ്റെ പ്രതിരൂപത്തെ നോക്കും. കണ്ണാടിയിലെ രൂപത്തിന് കണ്ണു നിറയുന്നത് അവൾ കാണാറുണ്ട്. അത് ഒപ്പിയെടുക്കണമെന്ന് തോന്നാറുണ്ട്. കൈകൾ ഇടയ്ക്കിടെ മിഴിയിണകളിലേക്കും കവിൾത്തടങ്ങളിലേക്കും നീളും. പക്ഷേ വിരലുകൾ എവിടെയോ തങ്ങി നിൽക്കാറാണ് പതിവ്. എടീ, നീ വല്ലതും അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? നീ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് നടന്നോ? അവനെ വേറൊരുത്തിയെ കെട്ടാൻ പോകുക. വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു സംസാരമുണ്ട്. നെഞ്ചിനുള്ളിൽ എന്തോ ചിലത് വീണുടഞ്ഞതുപോലെ, എന്തോ ചിലത് ഹൃദയത്തെ കീറിമുറിക്കുന്നത് പോലെ. പിന്തിരിഞ്ഞോടി വന്ന് ഹോസ്റ്റൽ മുറിയിലെ ബെഡിലേക്ക് കമിഴ്ന്നു വീഴുമ്പോൾ ചുറ്റും ഇരുട്ടായിരുന്നു. കറുകറുത്ത ഇരുട്ട്. കൊല്ലണം, കൊല്ലണം അവനെ! പിറുപിറുത്തുകൊണ്ട് കേശഭാരത്തിനുള്ളിലൂടെ വിരലുകൾ കൊണ്ടൊഴിഞ്ഞു. പക്ഷേ എങ്ങനെ? അതൊരുത്തരമില്ലാത്ത ചോദ്യമായി നിലകൊണ്ടു. ദിവസങ്ങൾ പിന്നെയും പിന്നെയും ജാലകങ്ങൾ തുറന്നിടുകയും അടക്കുകയും ചെയ്യും പോലെ പിന്നിലേക്ക് മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. ചെറിയ വാനിറ്റി ബാഗും കയ്യിൽ പിടിച്ച് അവൻ്റെ വീടിൻ്റെ പടി കയറാനൊരുങ്ങുമ്പോൾ അവൾ ചുറ്റിലും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ? ഇരുളിന് മറപിടിച്ച് കറുത്ത ജീൻസും ടീഷർട്ടുമിട്ട് കറുത്ത ബാഗും കയ്യിൽ പിടിച്ച് അവൾ ഒരിക്കൽ കൂടി ചുറ്റിലും നോക്കി. ഇല്ല, ആരുമില്ല. ഇരുട്ടും താനുമല്ലാതെ മറ്റാരുമില്ല. പടികൾ കയറി അവൾ കറുത്ത കല്ലുകൾ വിരിച്ച ഓടിട്ട മുറ്റത്തേക്ക് കാലുകൾ വെച്ചു. വലതുവശത്തെ മുറിയിൽ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. മുറ്റത്ത് പ്രകാശം നന്നേ കുറവായിരുന്നു. വീടിൻ്റെ മുൻവശത്തെ വെളിച്ചം ഏതോ വൃക്ഷത്തിൻ്റെ ചില്ലകൾ മറച്ചിരുന്നു. രാവും തൻ്റെ നിശ്വാസവും മാത്രം അവൾ തിരിച്ചറിഞ്ഞു. വീടിൻ്റെ തിണ്ണയിലേക്ക് 4 അടി ദൂരവും പിന്നിട്ട് അവൾ പ്രവേശിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ കൊല്ലണമെന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവളിലുണ്ടായിരുന്നത്. 3-4 ജോഡി ചെരുപ്പുകൾ വാതിലിന് മുൻപിൽ അച്ചടക്കത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് കിടപ്പുണ്ടായിരുന്നു. അവൾ വാതിലിൽ പതിയെ തള്ളി നോക്കി. അത് ഉള്ളിൽ നിന്നും ബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. മനസ്സ് മടിപ്പിക്കുന്ന മദ്യത്തിൻ്റെ ഗന്ധം. അടുത്ത മുറിയിൽ നിന്നും ചാരിവെച്ച വാതിൽ പഴുതിൽ കൂടി എത്തി നോക്കുന്ന വെളിച്ചത്തിൽ തറയിൽ ചിതറിക്കിടക്കുന്ന സിഗരറ്റ് പാക്കറ്റുകളും മദ്യക്കുപ്പികളും കാണാമായിരുന്നു. വലതുവശത്തുള്ള മുറി അവൾക്ക് പണ്ടേ പരിചിതമായിരുന്നു. ഇരുളിൻ്റെ നിശ്വാസത്തിൽ അവളുടെ ഉടഞ്ഞുപോയ തേങ്ങൽ ചീളുകൾ കിടപ്പുണ്ടെന്ന് തോന്നി. അവൾ വലതുവശത്തെ മുറിയിലേക്ക് പതിയെ നടന്നു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വാതിലിൽ പതിയെ അവൾ അകത്തേക്ക് തള്ളി. സാവധാനം അത് തുറന്നു. ഉള്ളിൽ 0 വാട്ടിൻ്റെ ബൾബ് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അകത്തെ വലതുവശം ഭിത്തിയോട് ചേർന്ന് ബെഡിൽ ഒരു രൂപം കിടപ്പുണ്ടായിരുന്നു. ഒരു നിമിഷം അവൾ സാകുതം അവനെ നോക്കി നിന്നു. ബലിഷ്ഠമായ ശരീരം, തൻ്റെ യൗവനത്തിൻ്റെ മുനയൊടിച്ച ദ്രോഹി. അവൾ മനസ്സിൽ ചീറി. തൻ്റെ തോളിൽ കിടന്ന ബാഗിൽ എന്തോ അനങ്ങുന്നത് അവൾ അറിഞ്ഞു. അവൾ ഒരു നിമിഷം നിർനിമേഷയായി നിലകൊണ്ടു. ഹൃദയത്തിനകത്ത് ചോര കിനിയുന്നത് അവൾ അറിഞ്ഞു. കാതിൽ വന്നലയ്ക്കുന്ന ആ നശിച്ച ദിനത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ അവളെ കൂടുതൽ ക്രുദ്ധയാക്കി. അവൾ പതിയെ ബാഗ് തുറന്നു. അതിനുള്ളിൽ എന്തോ അനങ്ങുന്നുണ്ടായിരുന്നു. അവൾ വിറയാർന്ന വലതു കൈകൊണ്ട് അതിനെ പുറത്തെടുത്തു. അതൊരു വിഷപ്പാമ്പായിരുന്നു. സ്വച്ഛമായ മരണത്തിൻ്റെ നിശബ്ദമായ നാഗത്തലയിൽ വിരലുകൾ കൊണ്ട് മുറുകെ പിടിച്ച് അവൻ്റെ കാൽപാദത്തിൽ പിളർന്നിരിക്കുന്ന അതിൻ്റെ വായ മുട്ടിച്ചു. ഒരു നിമിഷം 2 വിഷപ്പല്ലുകൾ അവൻ്റെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒപ്പം മരണവും. അവൾ വിറയലോടെ പാമ്പിൻ്റെ തലയിൽ നിന്നും പിടിവിട്ടു. ആ വിഷസർപ്പം അവളുടെ കൈകളിൽ നിന്നൂർന്ന് മുറിയിലെ ഇരുളിലേക്ക് മറഞ്ഞു. കൽപ്പടവുകളിൽ മഴ തല്ലിയലച്ച് പെയ്യുകയായിരുന്നു. അപ്പോൾ ശിരസിലേക്ക് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ അവളുടെ നിറഞ്ഞ മിഴികളെ ആശ്വസിപ്പിച്ചു. തൊണ്ടയിൽ നിന്നും ഒരു കരച്ചിൽ മഴയ്ക്കൊപ്പം പുറത്തേക്ക് നീണ്ടു. ഇനിയും അവൾക്ക് കഴിയില്ലായിരുന്നു പിടിച്ചു നിൽക്കാൻ. അച്ചു, അച്ചു! കാറ്റിൻ്റെ നിമന്ത്രണം എവിടെ നിന്നോ അലയടിച്ചെത്തുന്നു വീണ്ടും. അച്ചു, ഇതെന്തൊരുറക്കമാ? നീയൊരു പെണ്ണല്ലേ? എണീറ്റേ! പുതപ്പ് തലയ്ക്ക് മുകളിലൂടെ വലിച്ചിട്ട് പുറംതിരിഞ്ഞ് അവൾ ഒന്നുകൂടി കിടന്നു. എടി അച്ചു, എണീക്കാൻ! ഇങ്ങോട്ട് എഴുന്നേൽക്കടി, ഇല്ലെങ്കിൽ ഞാൻ വെള്ളം എടുത്തൊഴിക്കും. എന്താ ഈ അമ്മയ്ക്ക്? പോയേ, ഞാൻ ഇത്തിരി നേരം കൂടി കിടക്കട്ടെ. എടീ! ചുമലിൽ ഒരു കരം വന്നു വീണു. അമ്മേ! അവൾ ദേഷ്യത്തോടെ ചാടി എണീറ്റു. ദേ, അവിനാശും അവൻ്റെ അമ്മയും കൂടി നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ എന്താ അവരോട് പറയുക? ഈശ്വര, ഇവൾ എണീറ്റില്ലെന്നോ? എന്നെ നാണം കെടുത്താനായിട്ട്. ദേഷ്യത്തോടെ അമ്മ മുഖം അവളെ നോക്കി. അയ്യോ അവിനാശോ! അവളുടെ ചുവന്ന മുഖം അപ്പോൾ നന്നേ സുന്ദരമായിരുന്നു. സ്വപ്നഹത്യ. അനീഷ് NS അവതരിപ്പിച്ച കഥയോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.